ഹായ് ഡിയേഴ്സ്, രാവിലെ തന്നെ സേനുവിനെയും ദിച്ചുവിനെ സ്കൂളിൽ വിടുന്ന തിരക്കിലാണ് കേട്ടോ. അതൊരു തച്ചിൻ്റെ പണി തന്നെയാണല്ലേ. പോകുന്നതിന് മുന്നായിട്ട് എന്നെ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി നേരം കരഞ്ഞില്ലെങ്കിൽ സേനുവിന് ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. പിന്നെ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ കഴിഞ്ഞിട്ട് സ്മൂത്തി കുടിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. എനിക്കിന്ന് തൃശ്ശൂർ വരെ പോകണം. അപ്പോൾ ഇക്കാന് ജിമ്മിൽ വിട്ടതിന് ശേഷം തൃശ്ശൂർ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ. ഞാൻ ആശയും കൂടിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒട്ടും ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് 2 ചായയും പപ്സൊക്കെ ഓർഡർ ചെയ്തു. പപ്സിന് ചൂടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചൂടാക്കിക്കൊണ്ട് വന്നതാണ്. നല്ല ചൂടുണ്ടായിരുന്നു, വായ ശരിക്കും പൊള്ളിപ്പോയി. പിന്നെ ഒരു സമൂസയും കഴിച്ചു കേട്ടോ. അങ്ങനെ കടകളായ കടകൾ കയറി ഇറങ്ങി ഞങ്ങൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ല വിശപ്പ്. എന്നാൽ പിന്നെ ഓരോ ബിരിയാണി അടിക്കാമെന്ന് പറഞ്ഞ് ഷോപ്പ് ഏതാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു ബിരിയാണി. ആ എഗ്ഗ് മാത്രം കഴിച്ചിട്ട് ഞാൻ ബാലൻസ് ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ചെറിയ പണിയുള്ളതുകൊണ്ട് മൈജി കയറി ഒരു വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്തു. പോണ വഴിക്ക് കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടോ. പിന്നെ പിള്ളേർ സെറ്റിനൊക്കെ സ്കൂളിൽ നിന്ന് എടുക്കണമായിരുന്നു. അപ്പോൾ പിന്നെ സ്കൂളിൽ നിർത്തി അവരെല്ലാം എടുത്തു. അപ്പോൾ എങ്ങനെയാണ്, നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുമല്ലേ.